everyone, welcome to Sri Narayana Guru Open University BA English class History of Britain Block 2 Unit 2 Political Developments. Okay, the church was a big part of life in England and shaping people's thought. The relationship between the church and the government became tense due to the changes in the Middle Ages. A key event, the Magna Carta or the Great Charter, played a big role in creating the rules we have today. In 1215, King John of England broke old rules, so his peoples made him agree to Magna Carta. It included ideas like freedom for the church and people's rights to own things, inherit property, and be saved from high taxes. This lesson talks about how the Magna Carta happened and its influence on freedom in Europe. Okay, the church in the middle age and a huge power over people's life and monarchs as well. Middle age church in people's ജീവിതത്തിലും അതുപോലെ തന്നെ മൊണാർക്കിന്റെ മേലെയും ഒരു വലിയ പവർ അവർക്ക് ചർച്ചിനുണ്ടായിരുന്നു. The Pope claimed authority over all kings and bishops. ഈ പോപ്പ് എന്ത് ചെയ്തിരുന്നു, ഒരു അതോറിറ്റി കിങ്സിന്റെയും ബിഷപ്സിന്റെ ഒക്കെ മേലൊരു അധികാരം പോപ്പ് കൊണ്ടുവരാണ്. ഇഫ് എ ക്ലറിക് വാസ് അക്യൂസ്ഡ് ഓഫ് എ ക്രൈം, ഒരു ക്ലർജി ഒരു ക്രൈമിനെ അക്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാളെ എന്ത് ചെയ്യരുത്, കിങ്സിന്റെ കോർട്ടിലേക്ക് കൊണ്ടുപോകരുത്, പകരം അയാളെ ചേർച്ച് കോർട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് പോപ്പ് പറയാണ്. പക്ഷേ ഇവർക്ക് കൊടുക്കുന്ന ഈ ക്ലർജീസിനെ കൊടുക്കുന്ന പണിഷ്മെന്റ് എന്തായിരിക്കില്ല, അത്ര സ്ട്രിക്റ്റ് ആയിരിക്കില്ല എന്നുള്ളതാണ്. The church stood outside royal jurisdiction and defined the king in many ways. ഈ റോയൽ ജുറിസ്ഡിക്ഷനും അതുപോലെ തന്നെ കിങ്ങിനെയും ഒരിക്കലും ഈ ചേർച്ച് എന്തായിരുന്നില്ല, അംഗീകരിച്ചിരുന്നില്ല. അവർക്ക് ചേർച്ചിന് സ്വന്തമായിട്ടുള്ള ഒരു നിയമ കാര്യങ്ങളും കൊണ്ടുവരാനാണ് ചേർച്ച് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, the situation created a long lasting quarrel between the church and the state in medieval England. medieval ഇംഗ്ലണ്ടിലുള്ള ചേർച്ചും അതുപോലെ സ്റ്റേറ്റിന്റെയും ഇടയിൽ ഇതൊരു quarrel എന്ന് പറഞ്ഞാൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി. അത് കുറെ കാലം നീണ്ടു നിന്നു. ഓക്കെ, എസ്പെഷ്യലി ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ഹെൻറി സെക്കൻഡ്. ഇത് ഉണ്ടായിരുന്നത് ഹെൻറി സെക്കൻഡിന്റെ ഒരു ഭരണം കാലഘട്ടത്തിലായിരുന്നു. ദ റെയിൻ ഫ്രം 1154 to 1189 ഇതായിരുന്നു ആ ഒരു പീരീഡ് എന്ന് പറയുന്നത്. ഹെൻറി സെക്കൻഡ് വാസ് നോട്ട് റെഡി ടു ആക്സെപ്റ്റ് ദ ഡിക്രീസ്. ഈ ഹെൻറി സെക്കൻഡ് എന്തായിരുന്നില്ല, വാസ് നോട്ട് റെഡി ടു ആക്സെപ്റ്റ് ദ ഡിക്രീസ്. ഈ ഒരു ഡിക്രീസും കാര്യങ്ങളൊന്നും എന്തായിരുന്നില്ല, ഹെൻറി സെക്കൻഡ് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരുന്നില്ല. ചേർച്ചിന്റെ ഇത്തരം നിയമങ്ങളും കാര്യങ്ങളൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ Henry II ready ആയിരുന്നില്ല. Henry II strongly believed that the church and clergy should be subjected to the same standard of law and justice as everyone. എല്ലാവർക്കുമുള്ള law and justice എന്ത് ചെയ്യണം, ഈ പിന്നെ ചേർച്ചിനും ബാധകമാണ്, അവരും അതനുസരിക്കണം എന്നുള്ളൊരു ബിലീഫ്, ഒരു സ്ട്രോങ് ബിലീഫ് ആയിരുന്നു ഹെൻറി സെക്കൻഡിന് ഉണ്ടായിരുന്നത്. അതിലായിരുന്നു ഹെൻറി സെക്കൻഡ് വിശ്വസിച്ചിരുന്നത്. In 1164 he introduced the constitution of Clarendon. 1164 ഈ നമ്മുടെ ഹെൻറി സെക്കൻഡ് എന്ത് ചെയ്യാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ക്ലാരൻഡൻ എന്നുള്ളൊരു കോഡ്, ഒരു 16 റൂൾസ് ഉള്ള ഒരു കോഡ് എന്ത് ചെയ്യാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇതെന്ന് പറഞ്ഞാല് ദ കിങ് ഇൻഫ്ലുവൻസ് ഓവർ ദ ബിഷപ്സ് ആൻഡ് ദ ചേർച്ച് കോഡ്സ്. ഈ കിങ്ങിന്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കും ചേർച്ചിന് മേളിലും അതുപോലെ തന്നെ ചേർച്ച് കോഡ്സിന്റെ മേളിലും ബിഷപ്സിന് മേലൊക്കെ ഉണ്ടാവുക. നേരത്തെ ചേർച്ചിന്റെ കാര്യം പറഞ്ഞു, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഹെൻറി എന്ത് ചെയ്യുന്നത്, ഈ ഒരു Constitution of Clarendon കൊണ്ടുവരുന്നത്. ഹെൻറി demanded that if the church courts found a clergy guilt, ഹെൻറി പറയുന്നത് എന്താന്ന് വെച്ചാല്, ഒരു ചേർച്ച് കോർട്ടില് അല്ലെങ്കിൽ ഒരു ക്ലർജി ഗിൽറ്റി കുറ്റക്കാരനാണെന്ന് കണ്ടുപിടിച്ചാൽ അല്ലെങ്കിൽ കണ്ടെത്തിയാല് they had to hand over him to the king. അവരെന്ത് ചെയ്യണം, ഈ ചേർച്ച് കോർട്ട് എന്ത് ചെയ്യണം, ആ ക്ലർജീനെ ഈ കിങ്ങിന് എന്ത് ചെയ്യണം, കിങ്ങിന്റെ കോർട്ടിലേക്ക് കൊണ്ടുവരണം, അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം, കൈമാറണം, ടു ബി പണിഷ്ഡ് പ്രോപ്പർലി. അതെന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാല് അയാൾക്ക് പണിഷ്മെന്റ്, കറക്റ്റ് ഒരു പ്രോപ്പർ പണിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, തോമസ് ബെക്കറ്റ്, ദ ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറി. കാൻറ്റർബറിയിലെ ആർച്ച് ബിഷപ്പ് ആണ് ആര്, തോമസ് ബെക്കറ്റ് എന്ന് പറയുന്നത്. ദ ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറി വാസ് ദ ഹെഡ് ഓഫ് ദ ചർച്ച് ഇൻ ഇംഗ്ലണ്ട്. ആള് എന്തായിരുന്നു, ആർച്ച് ബിഷപ്പ്, കാൻറ്റർബറിയിലെ ആർച്ച് ബിഷപ്പും അതുപോലെ തന്നെ ചർച്ച് ഇൻ ഇംഗ്ലണ്ടിലെ ചർച്ചിലെ ഹെഡുമായിരുന്നു. ഓക്കെ, റിഫ്യൂസ്ഡ് ടു സൈൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ക്ലാരൻഡൻ. അദ്ദേഹം എന്താണ്, തോമസ് ബെക്കറ്റ് ഈ ഒരു ക്ലാരൻഡൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ സൈൻ ചെയ്യാൻ അയാള് വിസമ്മതിക്കുകയാണ്. ഓക്കെ, മൂവിങ് ഓൺ.
ദിസ് പ്രൊവോക്ഡ് ഹെൻറി സെക്കൻഡ്. ഈ ഒരു തോമസ് ബെക്കറ്റ് ഇതിന് റെഫ്യൂസ് ചെയ്തപ്പം ഇത് ഹെൻറി സെക്കൻഡിനെ വല്ലാണ്ട് പ്രൊവോക്ക് ചെയ്യുകയും ആൻഡ് ഹി സമ്മൺഡ് എ ഗ്രേറ്റ് കൗൺസിൽ ഇൻ നോർത്താംപ്ടൺ. അപ്പൊ നോർത്താംപ്ടണിൽ എന്ത് ചെയ്തു, ഈ ഇത് കാരണം നോർത്താംപ്ടണിൽ ഒരു ഗ്രേറ്റ് മീറ്റിംഗ്, ഒരു വലിയൊരു മീറ്റിംഗ് തന്നെ അറേഞ്ച് ചെയ്തു. 1164 ഒരു ഗ്രേറ്റ് മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് കൗൺസിൽ നോർത്താംപ്ടണിൽ അറേഞ്ച് ചെയ്തു ടു ഡിസ്കസ് ദ മാറ്റർ, ഈ മാറ്റർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദ കൗൺസിൽ ഫൗണ്ട് ബെക്കറ്റ് ഹാഡ് കമ്മിറ്റഡ് എ ഗ്രേറ്റ് ക്രൈം അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ് ആൻഡ് ഡിമാൻഡഡ് ടു പണിഷ് ഫോർ ഹിം ട്രീസൺ. അപ്പം ഈ ഒരു കൗൺസിൽ എന്ത് ചെയ്യാണ്, ബെക്കറ്റ് കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വലിയ ക്രൈമാണ് എന്ന് കണ്ടെത്തുകയും അത് സ്റ്റേറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു വലിയ ക്രൈമിന് ഈ തോമസ് ബെക്കറ്റ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഈ കൗൺസിൽ എന്ത് ചെയ്തു കണ്ടെത്തുന്നു. അതുപോലെ തന്നെ ഡിമാൻഡഡ് ടു പണിഷ് ഹിം ഫോർ ട്രീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യദ്രോഹം. അപ്പം രാജ്യദ്രോഹ കുറ്റം എന്ത് ചെയ്യുന്നു, തോമസ് ബെക്കറ്റിന്റെ മേലെ ചുമത്താണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ രാജ്യദ്രോഹ കുറ്റം തോമസ് ബെക്കറ്റിന്റെ മേലെ ചുമത്തി ഇയാളെ നാട് കടത്താം എന്നാണ് അവരുടെ തീരുമാനം ഉണ്ടായിരുന്നത്. അപ്പം ഈ ഒരു ന്യൂസ് എന്ന് പറയുന്നത് തോമസ് ബെക്കറ്റ് അറിയുകയും അദ്ദേഹത്തെ നാട് കടത്തുന്നതിന് മുമ്പ് തന്നെ ഫ്രാൻസിൽ എന്ത് ചെയ്യുന്നു, തോമസ് ബെക്കറ്റ് എസ്കേപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ ദ പോപ്പ് ഇന്റർഫെയർഡ് ഇൻ ദിസ് ഇഷ്യൂ ആൻഡ് ത്രെട്ടൻഡ് ടു എക്സ്കമ്മ്യൂണിക്കേറ്റ് ഹെൻറി. അപ്പം പോപ്പ് എന്ത് ചെയ്യാണ്, ഈ ഒരു സബ്ജക്റ്റിൽ, ഈ ഒരു മാറ്ററിൽ ഇന്റർഫെയർ ചെയ്യുന്നുണ്ട്, ഇടപെടുന്നുണ്ട്. ആൻഡ് ഹെൻറിയുടെ അടുത്ത് പറയുന്നുണ്ട് അദ്ദേഹത്തെ സഭയിൽ നിന്നും, ഈ ചേർച്ചിന്റെ സഭയിൽ നിന്നും തന്നെ പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ഇൻ 1170 ബെക്കറ്റ് വാസ് അലൗഡ് ടു റിട്ടേൺ ബാക്ക് ടു ഇംഗ്ലണ്ട്. ബെക്കറ്റ് എന്ത് ചെയ്യുന്നു, ഇംഗ്ലണ്ടിലേക്ക് തന്നെ വരുന്നു. അപ്പം ഹെൻറിനെ നമ്മുടെ പോപ്പ് ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് ഹെൻറിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ബെക്കറ്റ് എന്ത് ചെയ്യുന്നു, ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. ഹി ഓർഡേർഡ് ദി അറസ്റ്റ് ഓഫ് തോമസ് ബെക്കറ്റ്. ഹെൻറീസ് സോൾജേഴ്സ് റഷ്ഡ് ടു കാൻറ്റർബറി ആൻഡ് മർഡേർഡ് ബെക്കറ്റ് അറ്റ് ദ ആൾട്ടർ ഓഫ് ദ കത്തീഡ്രൽ ഓൺ 29 ഡിസംബർ 1170. അപ്പൊ തോമസ് ബെക്കറ്റ് തിരിച്ചു വന്നതിന് ശേഷം തോമസ് ബെക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അറിയുന്നുണ്ട്. അതായത് ഇവരുടെ ചേർച്ചിലെ ഗ്രൂപ്പിൽ നിന്നും കുറച്ചു പേര് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൻറിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ആളുകൾ ഉണ്ടെന്ന് തോമസ് ബെക്കറ്റ് അറിയുകയും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പൊ അതായത് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ക്ലാരന്റൺ എന്ന് പറയുന്ന ഈ ഒരു ഇതില് സൈൻ ചെയ്തെന്ന് പറഞ്ഞിട്ട് അവരായിട്ട് ബെക്കറ്റ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു സംഗതി വീണ്ടും ഹെൻറി അറിഞ്ഞിട്ട് അതിൽ പ്രൊവോക്ഡ് ആയിട്ട് എന്ത് ചെയ്യാണ്, തോമസ് ബെക്കറ്റിനെ അറസ്റ്റ് ചെയ്യാൻ ഹെൻറി ഓർഡർ ചെയ്യാണ്. അങ്ങനെ ഹെൻറിയുടെ സോൾജേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കാൻറ്റർബറിയിലേക്ക് പോവുകയും അവിടുന്ന് തോമസ് ബെക്കറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, കൊല്ലുകയാണ് ചെയ്യുന്നത്. ആൾട്ടർ ഓഫ് ദ കത്തീഡ്രൽ, അതായത് അവിടുത്തെ ഒരു കത്തീഡ്രലിൽ വെച്ചിട്ട് ബെക്കറ്റിനെ കൊല്ലുന്നുണ്ട്. അത് സംഭവിക്കുന്നത് 29 ഡിസംബർ 1170 ഇത് സംഭവിക്കുന്നത്. ഓക്കെ, തോമസ് ബെക്കറ്റ് വാസ് മെയ്ഡ് എ സെയിന്റ്. അങ്ങനെ ഈ തോമസ് ബെക്കറ്റിന്റെ ഒരു മാർട്ടയർ, ഒരു രക്തസാക്ഷി, ഒരു സെയിന്റ് ആയിട്ട് എന്ത് ചെയ്യാണ്, പോപ്പ് പ്രഖ്യാപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ the pilgrims flocked from all over England and Europe to pray at his tomb. അപ്പം ഈ തോമസ് ബെക്കറ്റിന്റെ ടൂംബ് കാണാൻ, അല്ലെങ്കിൽ ഈ ടൂംബിലേക്ക് പിൽഗ്രിംസ് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇൻ ഷോർട്ട്, ഡ്യൂറിംഗ് ദ മിഡിൽ ഏജസ് ദ റോമൻ കത്തോലിക് ചർച്ച് പ്ലേഡ് എ സെൻട്രൽ റോൾ ഇൻ ദ ലൈവ്സ് ഓഫ് പീപ്പിൾ ആൻഡ് monarchs in England. More than just a religious institution, the church acquired great political and economic power. അപ്പം ചുരുക്കി പറഞ്ഞാൽ എന്താന്ന് വെച്ചാല്, ഈ ഒരു മിഡിൽ ഏജിൽ റോമൻ കത്തോലിക് ചർച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, ആളുകളുടെ ജീവിതത്തിലും അതുപോലെ തന്നെ രാജഭരണത്തിലും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലണ്ടിന്റെ രാജഭരണത്തിലും അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിലും ഒക്കെ ഒരു സെൻട്രൽ റോൾ തന്നെ അവർ പ്ലേ ചെയ്തിട്ടുണ്ട്. മോർ ദാൻ ജസ്റ്റ് എ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നതിന് അപ്പുറത്തേക്ക് ദ ചേർച്ച് അക്വയർഡ് ഗ്രേറ്റ് പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് പവർ. അപ്പം ഈ ചേർച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഭയങ്കരമായിട്ടുള്ള എക്കണോമിക്കൽ ആൻഡ് ഗ്രേറ്റ് പൊളിറ്റിക്കൽ പവർ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, കൈവരിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ദി ചേർച്ച് മെക്കാനിസം. ഈ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചേർച്ച് മെക്കാനിസത്തെ കുറിച്ചിട്ടാണ്. ഓക്കെ, initially the Romans persecuted, tortured Christians for the beliefs. അപ്പം ഈ റോമൻസിനെ പെർസിക്യൂട്ട് എന്ന് വെച്ചാൽ ടോർച്ചർ ചെയ്യാനുണ്ട്. അപ്പം റോമൻസ് എന്ത് ചെയ്യാണ്, ക്രിസ്ത്യൻസിന്റെ ബിലീഫ്സിനെ, അപ്പം ഈ ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്ന ആളുകളെ എന്ത് ചെയ്യണം, അവർ ടോർച്ചർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബട്ട് ഇറ്റ് ഈസ് കണ്ടിന്യൂ ടു സ്പ്രെഡ്. അപ്പം ഇവര് ഈ ടോർച്ചർ ചെയ്യുന്ന ഈ ഒരു ന്യൂസ് അത് സ്പ്രെഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇൻ 313 CE റോമൻ എംപറർ ആയിട്ടുള്ള കോൺസ്റ്റന്റൈൻ എന്ത് ചെയ്യാണ്, ഈ issued a decree that allowed Christians to practice their religion freely. അപ്പം ഈ റോമൻ എംപറർ ആയിട്ടുള്ള കോൺസ്റ്റന്റൈൻ എന്ത് ചെയ്യാണ്, ഒരു
അവരെ എന്ത് ചെയ്യുന്നുണ്ട്, ക്രിസ്ത്യൻസിനെ അവരുടെ റിലീജിയസ് പ്രാക്ടീസ് ഫ്രീ ആയിട്ട് ചെയ്യാം എന്നൊരു നിയമം, അല്ലെങ്കിൽ അവരെ അതിനെ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. ഇൻ 395 CE ക്രിസ്ത്യാനിറ്റി ബിക്കെയിം ദ റെക്കഗ്നൈസ്ഡ് റിലീജിയൻ ഓഫ് ദ റോമൻ എംപയർ. റോമൻ എംപയറിന്റെ ഒരു എന്താ പറയാ റെക്കഗ്നൈസ്ഡ്, അതായത് അനുവദിച്ചിട്ടുള്ള ഒരു എന്താ പറയാ റിലീജിയൻ ആയിട്ട് ക്രിസ്ത്യാനിറ്റി വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അംഗീകൃതമായിട്ടുള്ള ഒരു റിലീജിയൻ ആയിട്ട് ക്രിസ്ത്യാനിറ്റി വരികയാണ് ചെയ്യുന്നത്. ക്രിസ്ത്യാനിറ്റി ബിക്കെയിം സോ വൈഡ് സ്പ്രെഡ് ഡ്യൂറിംഗ് ദ മിഡിൽ ഏജസ്. അപ്പം ഈ മിഡിൽ ഏജിൽ ക്രിസ്ത്യാനിറ്റി ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യാണ്. ഹിസ്റ്റോറിയൻസ് സംടൈംസ് കോൾ ദിസ് പീരീഡ് ദ ഏജ് ഓഫ് ഫെയ്ത്ത്. അപ്പൊ ഹിസ്റ്റോറിയൻസ് ഈ ഒരു പീരീഡിനെ വിളിച്ചിരുന്നത് ഏജ് ഓഫ് ഫെയ്ത്ത് എന്നാണ്. ഓക്കെ, The church was the center of medieval life in Western Europe. Western Europe ഈ church എന്ന് പറയുന്നത് medieval ലൈഫിന്റെ ഒരു സെന്റർ ആയിരുന്നു. Larger towns and cities had a cathedral. ഓരോ ലാർജർ ടൗൺസിലും അവിടെ ഒരു കത്തീഡ്രൽ ഉണ്ടായിരിക്കും. അപ്പോൾ തന്നെ ഇവിടെ ചേർച്ച് ബെൽസ്, അതായത് പള്ളിമണികൾ എന്ത് ചെയ്യും, മുഴങ്ങും. പ്രാർത്ഥനാ സമയമാകുമ്പോൾ ഇവിടെ പള്ളിമണികൾ മുഴങ്ങും. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വാൺ ചെയ്യാനായിട്ടും അല്ലെങ്കിൽ അത് ആളുകളെ അറിയിക്കാൻ വേണ്ടിയിട്ടും ഈ ബെൽ എന്ത് ചെയ്യും, റാങ് ചെയ്യും. അത് ഈ മണി എന്ത് ചെയ്യും, മുഴക്കും. Okay, the church building was the center of the community activity. ഈ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റിയുടെ ഒക്കെ സെന്റർ എന്ന് പറയുന്നത് ഈ ചേർച്ച് ആണ്. റിലീജിയസ് സർവീസ് were held several times in a day. അപ്പം ഒരു ദിവസം തന്നെ ഒരുപാട് നേരം ഒരുപാട് സമയങ്ങളിലായിട്ട് റിലീജിയസ് പ്രാക്ടീസസ് അതെല്ലാം നടക്കും. ടൗൺ മീറ്റിംഗ്സ്, പ്ലേസ് ആൻഡ് കൺസേർട്ട് were also held in churches. അപ്പം ഈ ടൗൺ മീറ്റിംഗ്സും അതുപോലെ തന്നെ പ്ലേസും കൺസേർട്ടും ഒക്കെ തന്നെ ഈ ചേർച്ചിലും നടന്നിരുന്നു എന്നാണ് പറയുന്നത്. മെർച്ചൻസ് ഹാഡ് ഷോപ്സ് അറൌണ്ട് സ്ക്വയർ ഇൻ ഫ്രണ്ട് ഓഫ് ദ ചേർച്ച്. അപ്പം നമ്മളൊക്കെ പള്ളികളിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാറില്ലേ, അതായത് പള്ളിയുടെ കുറച്ച് ഒരു എന്താ പറയാ തെരുവോര കച്ചവടങ്ങൾ. അപ്പം അങ്ങനെ അത്തരം കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഫാമേഴ്സും അവരുടെ പ്രോഡക്ട്സ് ഈ ഒരു സ്ക്വയറിൽ എന്ത് ചെയ്തിരുന്നു, സോൾഡ് ചെയ്തിരുന്നു, വിറ്റിരുന്നു എന്നാണ് പറയുന്നത്. ഡ്യൂറിംഗ് ദ മിഡിൽ ഏജ് ദ ചേർച്ച് അക്വയർഡ് ഗ്രേറ്റ് എക്കണോമിക് പവർ. അപ്പൊ മിഡിൽ ഏജിൽ ഈ ഒരു പവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ചേർച്ച് എന്ത് ചെയ്യാണ്, ഗ്രേറ്റ് പവർ അക്വയർ ചെയ്യാണ്. And by the year 1050, the church was the largest landholder in Europe. യൂറോപ്പിലെ തന്നെ ഏറ്റവും ലാൻഡ് ഹോൾഡിംഗ് ഉള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഭൂമി ഉള്ളത് ഈ ചേർച്ചിനായിട്ട് മാറാണ്. അതും 1050. ഓക്കെ, medieval period church added to its wealth by collecting a tax called tithe. ഓക്കെ, TITHE. അപ്പം medieval പീരീഡില് ചേർച്ച് എന്ത് ചെയ്തു, ചേർച്ച് ആഡഡ് ടു ഇറ്റ്സ് വെൽത്ത് ബൈ കളക്ടിങ് ടാക്സ്. അപ്പം ഈ ചേർച്ച് എന്ത് ചെയ്യാണ്, ഒരു ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ്, ആ ടാക്സിനെ പറയുന്നത്, ചേർച്ച് കളക്ട് ചെയ്യുന്ന ടാക്സിനെയാണ് ടൈത്ത് എന്ന് പറയുന്നത്. ദ ചേർച്ച് ഓൾസോ കെയിം ടു വൈഡ് ഗ്രേറ്റ് പൊളിറ്റിക്കൽ പവർ. ദ ഇൻക്രീസിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് ദ ചേർച്ച് ബ്രോട്ട് ഇറ്റ് ഇൻ ടു കോൺഫ്ലിക്ട് വിത്ത് മെനി ഇംഗ്ലീഷ് മോണാക്സ്. അപ്പം ഈ ചേർച്ചിന്റെ ഈ ഒരു പവർ അത് ഭയങ്കര ഒരു എക്കണോമിക്കൽ പൊളിറ്റിക്കൽ പവറായി മാറി എന്ന് പറഞ്ഞു. അപ്പം ഇത് എന്ത് ചെയ്യുന്നില്ല, ഇംഗ്ലീഷിലെ തന്നെ ഇംഗ്ലണ്ടിലെ തന്നെ കുറച്ച് മൊണാക്സിന് രാജ കുടുംബങ്ങൾക്ക് ഇഷ്ടാവുന്നില്ല. ഇവരും പിന്നെ ഈ ചേർച്ചും തമ്മിൽ കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. Okay, now we are discussing about King John and Magna Carta 1215. Okay, John was the king of England from 1199 until he died in 1216. അപ്പം ഈ ജോൺ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ കിങ് ആയിരുന്നു. 1199 മുതൽ 1216 അദ്ദേഹം മരിക്കുന്നത് വരെ ഇംഗ്ലണ്ടിലെ കിങ് ജോൺ ആയിരുന്നു. ഓക്കെ, ഡ്യൂറിങ് ഹിസ് ഓൺ ടൈം കിങ് ജോൺസ് റെപ്യൂട്ടേഷൻ ലോവർ ഡ്യൂ ടു ഹിസ് മിസ്റൂൾ. അപ്പം ഈ പിന്നെ ജോൺ ഭരിക്കുന്ന കാലത്ത് എന്ന് പറഞ്ഞാല് അദ്ദേഹം ഒരുപാട് മിസ്റൂൾ, അദ്ദേഹത്തിന്റെ ഭരണം ഭയങ്കര മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത്ര വലിയ റെപ്യൂട്ടേഷനോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇംഗ്ലണ്ട് ലോസ് മെനി ടെറിട്ടറീസ് ഇൻ എ വാർ വിത്ത് ഫ്രാൻസ്. അപ്പം ഫ്രാൻസുമായിട്ടുള്ള വാറിൽ ഇംഗ്ലണ്ടിന് ഒരുപാട് ടെറിട്ടറീസ്, ഒരുപാട് പ്രദേശങ്ങൾ എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു. ആൻഡ് ഹി ഫെയിൽഡ് ടു റികോൺക്വർ ദീസ് ലക്ഷൂറീസ് ലൈഫ് ആൻഡ് അൺനെസസറി വാർ. ഓക്കെ, അപ്പം ഇതിൽ എന്ത് ചെയ്യാണ്, ഹി ഫെയിൽഡ് ടു റികോൺക്വർ ദീസ് ടെറിട്ടറീസ്. അപ്പൊ ഈ ടെറിട്ടറീസ് തിരികെ പിടിക്കുന്നതിലും അദ്ദേഹം എന്താണ്, ഫെയിൽ ആവാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ആ ടെറിട്ടറീസ് പോയ ടെറിട്ടറീസ് ഒന്നും തന്നെ തിരിച്ചു പിടിക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ഡിമാൻഡ് ഹെവി ടാക്സ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ അദ്ദേഹം ടാക്സ് ഒക്കെ ഭയങ്കരമായിട്ട് റൈസ് ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ ഈ ടാക്സസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല, അൺനെസസറി, ഒരു ആവശ്യമില്ലാത്ത രീതിയിലുള്ള അനാവശ്യമായിട്ടുള്ള ടാക്സസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഭരണകാലത്ത് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാല്. ഓക്കെ, ഇതെന്താന്ന് വെച്ചാല് അദ്ദേഹത്തിന്റെ ലക്ഷൂറിയസ് ലൈഫ് ആൻഡ് അൺനെസസറി വാർസ്. അപ്പം ഒരു ആവശ്യമില്ലാതെ അദ്ദേഹം വാറിന് പോകും. അതുപോലെ തന്നെ ലക്ഷൂറിയസ് ലൈഫ് ആയിരുന്നു അദ്ദേഹം ലീഡ് ചെയ്തിരുന്നത്. ഇതിനൊക്കെ ആയിരുന്നു ഇദ്ദേഹം എന്ത് ചെയ്തിരുന്നത്, ഈ ടാക്സ് മണീസ് ഒക്കെ തന്നെ യൂസ് ചെയ്തിരുന്നത്.
John was not good terms with the barons of his realm. അപ്പോൾ ഈ ബാരൻസുമായിട്ട് ജോൺ അത്ര ഒരു ഗുഡ് ടേംസിലായിരുന്നില്ല. ആൻഡ് ഹി curtailed many privileged enjoyed by the barons. അപ്പം ഈ ബാരൻസ് എൻജോയ് ചെയ്ത് വന്നിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ടിയിരുന്ന ഒരുപാട് പ്രിവിലേജസ് എന്ത് ചെയ്തിരുന്നു, ഈ നമ്മുടെ കിങ് ജോൺ എന്ത് ചെയ്തിരുന്നു, വെട്ടിക്കുറച്ചിരുന്നു, അല്ലെങ്കിൽ അത് ഇല്ലാണ്ടാക്കിയിരുന്നു എന്ന് പറയാം. The barons lamented that King John disregarded their traditional privileges. അപ്പം ഈ ബാരൻസ് ഇതിൽ വല്ലാണ്ട് എന്താ പറയാ ലെമന്റ് ചെയ്തിരുന്നു. അതായത് കിങ് ജോൺ അവർക്ക് കിട്ടേണ്ടിയിരുന്ന ട്രഡീഷണൽ ഒരു പ്രിവിലേജസ് എല്ലാം തന്നെ ഇല്ലാതാക്കിയതിൽ ഈ ബാരൻസ് വല്ലാണ്ട് ലെമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജോൺ refused to accept Pope Innocent's nominee for the post of Archbishop of Canterbury in 1208. അപ്പം ജോൺ എന്ത് ചെയ്തിരുന്നു, ഈ പോപ്പ് ഇന്നസെൻസിന്റെ നോമിനി, അദ്ദേഹത്തിന് പോസ്റ്റ് ഫോർ ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറിയിലേക്കുള്ള ആർച്ച് ബിഷപ്പിന്റെ പോസ്റ്റിലേക്കുള്ള നോമിനി ഈ പോപ്പ് ഇന്നസെന്റ് എന്ത് ചെയ്തിരുന്നു, കൊടുത്തിരുന്നു. പക്ഷെ അത് ഈ ജോൺ എന്ത് ചെയ്തിരുന്നില്ല, ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ പോപ്പ് എന്ത് ചെയ്യാണ്, ഈ കിങ്ങിനെ സഭയിൽ നിന്നും, ചേർച്ചിന്റെ സഭയിൽ നിന്നും 1209 പുറത്താക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്യാണ്, ഈ കിങ്ങിന്റെ ഒരു സിംഹാസനം അല്ലെങ്കിൽ ആ ഒരു രാജഭരണം അവിടെ ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇൻവൈറ്റഡ് ദ ഫ്രഞ്ച് ടു ഇൻവേഡ് ഇംഗ്ലണ്ട്. അങ്ങനെ ഫ്രഞ്ചിനെ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ ഇൻവൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ജോൺ ഫൈനലി റെക്കഗ്നൈസ്ഡ് പോപ്പ് ഇന്നസെന്റ് ഹാസ് എ സുപ്പീരിയർ ഇൻ 1213. അപ്പം അങ്ങനെ ജോൺ എന്ത് ചെയ്യാണ്, റിയലൈസ് ചെയ്യാണ് 1213 ഈ ഒരു പോപ്പ് എന്ത് ചെയ്യാണ്, അത് ഈ ജോണിനേക്കാളും സുപ്പീരിയർ ആയി എന്നുള്ളത് ജോൺ റിയലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഓൾ ദീസ് ഇവന്റ്സ് ഷോ ദാറ്റ് ജോൺ വാസ് എ വെരി അൺപോപ്പുലർ റൂളർ. അപ്പം ഇതെല്ലാം, ഈ ഇവന്റ്സ് എല്ലാം കാണിക്കുന്നത് എന്താ വെച്ചാൽ ജോൺ എന്ന് പറയുന്ന ഒരു അൺപോപ്പുലർ ആയിട്ടുള്ള ഒരു റൂളർ ആണെന്നാണ്. ചർച്ച് ആൻഡ് പാരന്റ്സ് വാണ്ടഡ് ജോൺ ടു ബി റിമൂവ്ഡ് ഫ്രം ദ പവർ ടു put control on him. അപ്പം എല്ലാ ചേർച്ചിനും അതുപോലെ തന്നെ പാരന്റ്സിനും ഒക്കെ എന്ത് ചെയ്ത് ആവശ്യം വരുന്നുണ്ട്, ജോണിനെ ഈ പവറിൽ നിന്ന് റിമൂവ് ചെയ്യാന്നുള്ളത് അവർക്ക് ആവശ്യമായിരുന്നു. അല്ലെങ്കിൽ ഈ ജോണിന്റെ മേലെ ഒരു സ്ട്രിക്റ്റ് കൺട്രോൾ കൊണ്ടുവരിക എന്നുള്ളത് ചേർച്ചിനും അതുപോലെ തന്നെ പാരന്റ്സിനും ഒരുപോലെ ആവശ്യമായിരുന്നു എന്നാണ് പറയുന്നത്. ദിസ് വാസ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ സൈനിങ് ഓഫ് എ ഗ്രേറ്റ് ചാർട്ടർ ഓഫ് ലിബർട്ടീസ് നോൺ ആസ് ദ മാഗ്ന കാർട്ട ബൈ കിങ് ജോൺ ഇൻ 1215. അപ്പം 1215 ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ജോൺ കിങ്ങിനോട് എന്ത് ചെയ്യാണ്, ഒരു എഗ്രിമെന്റ് അത് സൈൻ ചെയ്യാൻ പറയാണ്. അതിനെയാണ് ദ ഗ്രേറ്റ് ചാർട്ടർ അല്ലെങ്കിൽ ദ മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. അത് സൈൻ ചെയ്യുന്നത് 1215 ജോൺ സൈൻഡ് ദ മാഗ്ന കാർട്ട ആഫ്റ്റർ മെനി ക്വാറൽസ് വിത്ത് ബാരൻസ് ആൻഡ് ചേർച്ച്. അപ്പൊ ചേർച്ചിനോടും പാരന്റ്സിനോടും ഒക്കെ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ കുറെ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. ഇതിനെല്ലാം ശേഷമാണ് മാഗ്ന കാർട്ട നമ്മുടെ ജോൺ സൈൻ ചെയ്യുന്നത്. So moving on to Magna Carta. ഇനി പറയുന്നത് മാഗ്ന കാർട്ടയാണ്. മാഗ്ന കാർട്ട is a charter of rights signed by King John at Runnymede near Windsor on 5th June 1215. അപ്പം 15th ജൂൺ 1215 നമ്മുടെ കിങ് ജോൺ സൈൻ ചെയ്തിട്ടുള്ള ഒരു ചാർട്ടർ ആണ് എന്ത് പറയുന്നത്, മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. ദ ചാർട്ടർ വാസ് ഡ്രാഫ്റ്റഡ് അറ്റ് ദ പെർsuasion ഓഫ് ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറി സ്റ്റീഫൻ ലാങ്സ്റ്റൺ ആൻഡ് സം ഡിസ്കണ്ടന്റ് ബാരൻസ് ഓഫ് ഇംഗ്ലണ്ട്. ഓക്കെ, ഇറ്റ് കണ്ടെയ്ൻസ് 63 clauses. അതിൽ 63 clauses പറയുന്നുണ്ട്, പ്രോമിസസ് പറയുന്നുണ്ട് അബൌട്ട് വാട്ട് ദ കിങ് കുഡ് ആൻഡ് കുഡിന്റ് ഡു. കിങ് എന്തൊക്കെ ചെയ്യണം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഒരു 63 clauses അതിൽ പറയുന്നുണ്ട്. ഇമ്പോർട്ടന്റ് clauses designed to bring about reforms in judicial and local administration. It also set up a council of baron to make sure John kept his promises. അപ്പം ഇവർ എന്ത് ചെയ്തിരുന്നു, ഒരു കൗൺസിൽ ഓഫ് ബാരനെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനാന്ന് ചോദിച്ചാൽ ജോൺ ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ പ്രോമിസും കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. Magna Carta promised to grant the following demands of the church and feudal barons. അപ്പം ഫ്യൂഡൽ ബാരൻസിന്റെയും ചേർച്ചിന്റെയും ഡിമാൻഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, മാഗ്ന കാർട്ട ഗ്രാൻഡ് ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്യുന്നുണ്ട്. അപ്പം അതെന്തൊക്കെയാന്ന് നോക്കാം. പ്രൊട്ടക്ഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് ദ ഇംഗ്ലീഷ് ചേർച്ച് ആൻഡ് there shall be no royal interference. ഓക്കെ, അപ്പം ഈ ഇംഗ്ലീഷ് ചേർച്ചിന്റെ എന്താണ് പ്രൊട്ടക്ഷൻ ഓഫ് ദ ഇംഗ്ലീഷ് ചേർച്ചിന്റെ പ്രൊട്ടക്ഷനും, അതുപോലെ തന്നെ ഈ ഇംഗ്ലീഷ് ചേർച്ചിന്റെ ഇടയിൽ എന്ത് ചെയ്യില്ല, റോയൽ പിന്നെ ഇന്റർഫിയറൻസ്, ഒരു റോയൽ മൊണാക്സും എന്ത് ചെയ്യില്ല, ഇന്റർഫിയർ ചെയ്യില്ല എന്നുള്ളൊരു പ്രോമിസ് എന്ത് ചെയ്യുന്നുണ്ട്, മാഗ്ന കാർട്ട കൊടുക്കുന്നുണ്ട്. പ്രൊട്ടക്ഷൻ ഫോർ ദ ബാരൻസ് ഫ്രം ഇല്ലീഗൽ ഇംപ്രിസൺമെന്റ്. അപ്പം ഈ ബാരൻസിനെ നിയമവിരുദ്ധമായിട്ടുള്ള എന്താ പറയാ ഇംപ്രിസൺമെന്റ്, എന്താ പറയാ ഈ ജയിലിൽ കൊണ്ടിടുമല്ലോ, അപ്പം അതിനൊക്കെ എന്താ പറയാ അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്.
അതുപോലെ തന്നെ അഷ്വറൻസ് ദാറ്റ് നോ ഫ്രീമെൻ ഷാൾ ബി അറസ്റ്റഡ് ഓർ ഇംപ്രിസൺഡ് വിതൗട്ട് എ പ്രോപ്പർ ട്രയൽ ബൈ എ ജൂറി ഓഫ് പിയേഴ്സ്. അപ്പം ഈ ഒരു ഫ്രീമെൻ, ഒരു സാധാരണക്കാരനും എന്ത് ചെയ്യാൻ പാടില്ല, നിയമവിരുദ്ധമായിട്ട് അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ട് അറസ്റ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കുകയോ ചെയ്യാൻ പാടില്ല. വിതൗട്ട് എ പ്രോപ്പർ ട്രയൽ, ഒരു ട്രയൽ ജൂറിയെ കൂടാതെ അല്ലെങ്കിൽ ജൂറിയുടെ മുമ്പിൽ ഒരു പ്രോപ്പർ ട്രയൽ നടത്താതെ എന്ത് ചെയ്യാൻ പറ്റില്ല, അയാളെ ഇംപ്രിസൺ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ദ ഇമ്പാക്ട് ഓഫ് മാഗ്ന കാർട്ട. ഇനി പറയാൻ പോകുന്നത് മാഗ്ന കാർട്ടയുടെ ഇമ്പാക്റ്റിനെ കുറിച്ചിട്ടാണ്. ഹിസ്റ്റോറിയൻസ് ജനറലി കൺസിഡർ മാഗ്ന കാർട്ട ആസ് ദ കീ സ്റ്റോൺ ഓഫ് ഇംഗ്ലീഷ് ലിബർട്ടീസ്. ഓക്കെ, അപ്പം ഇംഗ്ലീഷ് ലിബർട്ടിന്റെ ഒരു കീ സ്റ്റോൺ ആയിട്ടാണ് ഹിസ്റ്റോറിയൻസ് മാഗ്ന കാർട്ടയെ കൺസിഡർ ചെയ്യുന്നത്. ദ പവർ ഓഫ് ദ കിങ് ഹാഡ് ബീൻ പെർമനന്റ്ലി റെസ്ട്രിക്റ്റഡ്. നോ കിങ് ഓഫ് ഇംഗ്ലണ്ട് ഹാവ് എവർ അഗെയിൻ ഏബിൾ ടു റൂൾ. അപ്പം ഈ മാഗ്ന കാർട്ട വന്നതിന് ശേഷം എന്ത് ചെയ്യണം, കിങ്ങിന്റെ പവർ എല്ലാം പെർമനന്റ് ആയിട്ട് റെസ്ട്രിക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൽ ഒരു കിങ്ങും ഇനി വീണ്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, റൂൾ ചെയ്യാൻ പറ്റില്ല എന്നൊരു സംഗതി അവിടെ കൊണ്ടുവരികയാണ്. മാഗ്ന കാർട്ട എസ്റ്റാബ്ലിഷ് ദ പ്രിൻസിപ്പിൾ ദാറ്റ് നോ വൺ കുഡ് ഇൻക്ലൂഡിംഗ് ദ കിങ് ഓർ ലോ മേക്കർ ഈസ് അബൌവ് ദ ലോ. അപ്പം ഈ മാഗ്ന കാർട്ട ഒരു പ്രിൻസിപ്പിൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അത് എന്താന്ന് വെച്ചാൽ ഒരാളും അല്ലെങ്കിൽ ഒരു കിങ്ങോ അല്ലെങ്കിൽ ഒരു ലോ മേക്കറോ ഒന്നും എന്തല്ല, ലോയ്ക്ക് ഒരു നിയമത്തിന് മുകളിലല്ല എന്ന ഒരു പ്രിൻസിപ്പിൾ മാഗ്ന കാർട്ട എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. 17th സെഞ്ചുറിയിൽ ലോയർ ആയിട്ടുള്ള എഡ്വേർഡ് കോക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ മാഗ്ന കാർട്ട യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ചാൾസ് ഫസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഫോറിൻ വാഴ്സിന് വേണ്ടിയിട്ട് ടാക്സ് വേണം അല്ലെങ്കിൽ ടാക്സ് പേ ചെയ്യണം എന്ന് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എഡ്വേർഡ് കോക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 17th സെഞ്ചുറിയിൽ ഈ ലോയർ വന്നിട്ട് ഈ മാഗ്ന കാർട്ട യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻ 18th and 19th സെഞ്ചുറീസിൽ ബ്രിട്ടീഷ് ഹിസ്റ്ററിയൻസ് എന്ത് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ദ ഫോളോവേഴ്സ് ഓഫ് വിക്സ് പാർട്ടി. അപ്പം ഈ വിക്സ് പാർട്ടിയുടെ ഫോളോവേഴ്സ് WHIG വിക്, ഓക്കെ, വിക് പാർട്ടിയുടെ ഫോളോവേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ മാഗ്ന കാർട്ടയെ കാണുന്നത് ബേസിസ് ഓഫ് ഇംഗ്ലീഷ് ഡെമോക്രസിയുടെ ഒരു ബേസ് ആയിട്ടാണ്. ഓക്കെ, in other words, വേറൊരു അർത്ഥത്തിൽ നമുക്ക് പറയാം, it was largely a feudal agreement to protect the prestige and privileges of the nobles and barons. നോബിൾസിന്റെയും പാരൻസിന്റെയും prestige and privilegeനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ഫ്യൂഡൽ എഗ്രിമെന്റ് ആണ് ഈ മാഗ്ന കാർട്ട എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ദിസ് ഇൻ 1904 ലോയർ ആൻഡ് റൈറ്റർ ആയിട്ടുള്ള എഡ്വേർഡ് ജെങ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഐക്നോക്ലാസ്റ്റിക് എസ്സേ ടൈറ്റിൽ, അദ്ദേഹത്തിന്റെ എസ്സേയിൽ പറയുന്നുണ്ട് ദ മിത്ത് ഓഫ് മാഗ്ന കാർട്ട. അതാണ് അദ്ദേഹത്തിന്റെ എന്ത് പറയുന്നത് എസ്സേ എന്ന് പറയുന്നത്, ദ മിത്ത് ഓഫ് മാഗ്ന കാർട്ട. In it, he argued that Magna Carta's reputation as a guarantee of civil liberties and human rights is misleading and even false. Okay, despite all these drawbacks, Magna Carta has been considered the most renowned constitutional document in British history. അപ്പം ഇത്രയും ഡ്രോബാക്സ് അല്ലെങ്കിൽ ഇത്രയും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഈ മാഗ്ന കാർട്ട എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷ് ഹിസ്റ്ററിയിൽ തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡോക്യുമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് പറയുന്നത്. So hope you all understand. So that's all for today. Thank you.